അങ്ങനെ അബിയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും നവ്യ മനസ്സിലാക്കുന്നുണ്ട്. ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്ന സത്യം നവ്യ മനസ്സിലാക്കുന്നുണ്ട്. അതോടുകൂടി വല്ലാത്ത ഭ്രാന്തമായൊരവസ്ഥയിലാവുകയാണ് നവ്യ. സത്യങ്ങളെല്ലാം താൻ അറിഞ്ഞത് അബി ഇപ്പോൾ അറിയരുതെന്ന് നവ്യ തീരുമാനിക്കുകയാണ്. അങ്ങനെ അബിയോട് പ്രതികാരം ചെയ്യണം എന്ന് ഉറച്ച തീരുമാനമെടുക്കുകയാണ് നവ്യ. അങ്ങനെ നവ്യ റൂമിലോട്ട് പോകുന്ന സമയത്ത് അബിയും ജലജി സംസാരിക്കുന്നതാണ് കേൾക്കുന്നത്. നവ്യ വെച്ച് നമുക്ക് അനന്തപുരി തകർക്കണം, ജ്വല്ലറി വെച്ച് മൂർത്തി ജ്വല്ലറി ഇല്ലാതാക്കണം, അങ്ങനെ അനന്തപുരിയുടെ സ്വത്തുക്കളെല്ലാം കൊള്ളയടിച്ച് വേറൊരു വിവാഹം കഴിക്കണം, ആ നവ്യെ എങ്ങനെയും ഒഴിവാക്കണം എന്നൊക്കെ അബി പറയുന്നുണ്ട്. അബിയുടെ സംസാരം കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് നവ്യ. ഇവൻ കൊടും വിഷമാണ്, ഇവനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നുറച്ച തീരുമാനമെടുക്കുകയാണ് നവ്യ. അവൾ അങ്ങനെ ഒഴിഞ്ഞു പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ജലജ ചോദിക്കുന്ന സമയത്ത് അതൊന്നും ഓർത്താമ വിഷമിക്കേണ്ട, അവളെ ഒഴിവാക്കാൻ ഈ അബിക്ക് അറിയാം, അങ്ങനെയാണെങ്കിൽ നല്ലത് എന്ന് ജലജ പറയുന്നുണ്ട്. അവളെ ഒഴിവാക്കിയിട്ട് വേണം കോടീശ്വരിയെ വിവാഹം കഴിക്കാൻ, എന്നിട്ട് എനിക്ക് സുഖമായി ജീവിക്കണം എന്നൊക്കെ പറയുകയാണ് അബി. എന്തായാലും സൂക്ഷിച്ചൊക്കെ ചെയ്തോ, നമ്മുടെ ജീവിതം തകരുന്ന അവസ്ഥയുണ്ടാകരുത് എന്ന് ജലജ പറയുന്നുണ്ട്. അങ്ങനെ ജലജ അവിടെ നിന്ന് പോവുകയാണ്. ജലജ പോയി എന്ന് അറിയുമ്പോൾ നവ്യ റൂമിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ അബി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നവ്യെ നീ ഇത്ര നേരം എവിടെയായിരുന്നു? നേരത്തെ കിടന്നുറങ്ങണമെന്ന് ഞാൻ പറയാറുള്ളതല്ലേ, നേരം വൈകി ഉറങ്ങിയാൽ നിന്റെ ആരോഗ്യത്തെ ബാധിക്കും എന്നൊക്കെ അബി പറയുന്ന സമയത്ത് ഞാൻ ഉറങ്ങിക്കോളാം അബി, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നീ പാല് കുടിച്ചു എങ്കിൽ പോയി കിടന്നുറങ്ങാൻ നോക്ക്, നാളെ നിനക്ക് ഷൂട്ടുണ്ടോ? ഷൂട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ പോകുന്നില്ലെന്നോ? അതൊന്നും നീ പോകാത്തത്, നീ പോകണം നവ്യെ, നിനക്ക് അതിന്ന് വരുമാനം കിട്ടുന്നതല്ലേ, അതുകൊണ്ടല്ല അബി, എനിക്ക് നല്ല ക്ഷീണം, കുറച്ച് നാളായിട്ട് ഇങ്ങനെ നടക്കുകയല്ലേ, ഒരു ദിവസം പോലും ഒഴിവില്ലല്ലോ, ഇപ്പോൾ തന്നെ ഒരുപാട് ഞാൻ സമ്പാദിക്കുകയും ചെയ്തു, ഇപ്പോൾ നല്ല പേരും പ്രശസ്തിയുമുണ്ട്, എന്നും പരസ്യം ചെയ്യുന്നത് ഞാൻ നിർത്തുകയാണ്, ഇടയ്ക്കൊക്കെ റെസ്റ്റ് വേണ്ടേ എന്ന് നവ്യ പറയുന്ന സമയത്ത് നിന്റെ ഇഷ്ടം പോലെ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അബി പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അബി പോയതിനു ശേഷം നവ്യ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ഇത്രയും കാലം താൻ വിശ്വസിച്ചത് ഒരു വിഷപ്പാമ്പിനെയാണല്ലോ, തന്നെ ചതിക്കുകയായിരുന്നല്ലോ എന്നൊക്കെ ഓർത്ത് നവ്യ ആകെ വിഷമിക്കുകയാണ്. എന്നെ ആയുധമാക്കി അനന്തപുരി നശിപ്പിക്കാനാണ് അമ്മയുടെയും മോൻ്റെയും പുതിയ പ്ലാൻ. എന്തായാലും ഞാൻ അവനെ വിശ്വസിച്ചു പോയല്ലോ, അവൻ്റെ കള്ളത്തരം മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നവ്യ പൊട്ടിക്കരയുകയാണ്. അങ്ങനെ നവ്യ താൻ അഭിനയിച്ച പരസ്യമെല്ലാം എടുത്ത് നോക്കുകയാണ്. അനന്തപുരിയെ നാണം കെടുത്താൻ വേണ്ടി താൻ എന്തൊക്കെയാണ് ചെയ്തത്, മുത്തശ്ശനെ വരെ എതിർക്കേണ്ടി വന്നു. അബിയാണ് ചന്തുമോളുടെ അച്ഛനെന്ന് അനന്തപുരിയിൽ എല്ലാവർക്കും അറിയാമെന്നും തൻ്റെ ഭാവി ഓർത്താണ് ആരും ഒന്നും പറയാത്തതെന്നും നവ്യയ്ക്ക് മനസ്സിലായി. അങ്ങനെ നവ്യ കിടന്നെങ്കിൽ നവ്യയ്ക്ക് ഉറക്കം വന്നില്ല. മുത്തശ്ശൻ്റെ മുന്നിൽ കാലുമേൽ കാൽ വെച്ച് എതിർത്ത് സംസാരിച്ചതും അങ്ങനെ താൻ കാരണം മറ്റുള്ളവർ വേദനിക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് നവ്യ ആകെ വിഷമിക്കുകയാണ്. എന്തായാലും മുത്തശ്ശനോട് മാപ്പ് പറയണമെന്ന് നവ്യ ചിന്തിക്കുകയാണ്. അങ്ങനെ നവ്യ നേരെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നവ്യ വാതിൽ മുട്ടുകയാണ്. അങ്ങനെ വാതിൽ തുറന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ നവ്യ മോളെ ഈ രാത്രിയിൽ? അങ്ങനെ അകത്തേക്ക് കയറിയിട്ട് നവ്യ വാതിലടക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഈ രാത്രിയിൽ, മോൾ ഉറങ്ങിയില്ലേ? അങ്ങനെ നവ്യ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാലിൽ വീണ് ക്ഷമ ചോദിക്കുന്നുണ്ട്. നവ്യ മോളെ, മോൾ എന്താണ് ഈ കാണിക്കുന്നത്? എഴുന്നേൽക്ക് നവ്യ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ. മുത്തശ്ശ, എനിക്ക് തെറ്റുപറ്റി, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എത്ര ക്ഷമ ചോദിച്ചാലും മതിയാവില്ല, അത്രത്തോളം തെറ്റുകൾ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ പൊട്ടിക്കരയുമ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താ മോളെ, മോൾ എഴുന്നേൽക്ക്. നവ്യ അപ്പോഴേക്ക് എഴുന്നേറ്റ് മുത്തശ്ശനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. മോളെ നവ്യ, മോൾക്ക് എന്താണ് പറ്റിയത്? മോൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? മോളെ എന്താ പറ്റിയത്? അബി എന്തെങ്കിലും പറഞ്ഞോ? അവൻ നിന്നെ തല്ലിയോ? അത് കേട്ട് നവ്യ പറയുന്നുണ്ട്, മുത്തശ്ശ, എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു മുത്തശ്ശ. എന്താ മോളെ കാര്യം? അബിയുടെ കുഞ്ഞല്ലേ ചന്തുമോള്, അല്ലേ മുത്തശ്ശ എന്ന് നവ്യ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശി ആകെ ഞെട്ടി നിൽക്കുകയാണ്. അത് കേട്ട് നവ്യ പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞു മുത്തശ്ശി, ജാനകി ചെറിയമ്മയുടെ വല്യമ്മ പറയുന്നത് ഞാൻ കേട്ടതാ, ഒരു കള്ളത്തിനും അധിക കാലം മറച്ചു വെക്കാൻ പറ്റില്ല, ഒരു കാലത്ത് അത് മറന്നേക്കി പുറത്തു വരും എന്ന് പറയുന്നുണ്ട് നവ്യ. എനിക്ക് വേണ്ടി ആദർശേട്ടൻ ആ ദുഷ്പേരെല്ലാം ഏറ്റെടുത്ത് ത്യാഗം ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ജീവിക്കാൻ വേണ്ടി, ഞാൻ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി എല്ലാം സഹിക്കുകയാണെന്ന് മനസ്സിലായി. എനിക്ക് വേണ്ടി നിങ്ങൾ എന്തെല്ലാം സഹിച്ചു എന്ന് നവ്യ പറയുന്ന സമയത്ത് മുത്തശ്ശി പറയുകയാണ്, മോളെ, ഈ കാര്യമെല്ലാം ഞങ്ങൾ നേരത്തെ അറിഞ്ഞതാണ്, മോളെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നറിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ മോളോട് ഒന്നും പറയാതിരുന്നത്. അങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോൾ അബിയുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചോ? ഇല്ല മുത്തശ്ശി, ആ ദുഷ്ടനോട് ഞാനൊന്നും ചോദിച്ചില്ല. അബിയുടെ ഉദ്ദേശം എന്താണെന്നറിയോ? എന്നെ വെച്ച് ഈ അനന്തപുരി തകർക്കുകയാണ് അവൻ്റെ ലക്ഷ്യം, എന്നിട്ട് അവന് വേറെ വിവാഹം കഴിക്കണം. അവൻ പറയുന്നതല്ല ഞാൻ കേട്ടു മുത്തശ്ശ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് നവ്യ. ഞാൻ എൻ്റെ ഭർത്താവിനെ ഒരുപാട് സ്നേഹിച്ചു, അതിനുള്ള ശിക്ഷയാണ് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് നവ്യ പൊട്ടിക്കരയുന്നുണ്ട്.
ഈ വീടിൻ്റെ പേര് നശിക്കാൻ വേണ്ടി അവയെ എന്നെ കൊണ്ട് പരസ്യം ചെയ്യിപ്പിച്ചതാണ്. ഞാൻ അങ്ങനെയുള്ള വേഷങ്ങളെല്ലാം ധരിക്കുമ്പോൾ മുത്തശ്ശൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാകും. മോളെ നവ്യേ, സാരമില്ല, ഇതെല്ലാം ഞങ്ങൾക്ക് അറിയാമായിരുന്നു. നിന്നെ അവ കാര്യമായി തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. മോൾ അറിഞ്ഞുകൊണ്ടല്ല എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ മോളോട് ഒന്നും പറയാതിരുന്നത്. ഇനി ഞാൻ അഭിനയിക്കാൻ പോകുന്നില്ല മുത്തശ്ശ. മോൾ പരസ്യത്തിൽ അഭിനയിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. മോൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞത് കൊണ്ടാ, അല്ലെങ്കിൽ നേരത്തെ തന്നെ കാര്യങ്ങൾ പറഞ്ഞേനെ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ അറിഞ്ഞ കാര്യം മുത്തശ്ശൻ ആരോടും പറയണ്ട, പ്രത്യേകിച്ച് അബി എൻ്റെ അമ്മായിമ്മയും. അവനും അവൻ്റെ അമ്മയ്ക്കുമുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയുകയാണ് നവ്യ. അങ്ങനെ പറഞ്ഞ് നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, വലിയൊരു മഴ പെയ്ത് തോർന്ന പോലെയായി എൻ്റെ മനസ്സ്. നവ്യയുടെ വളരെ നേരത്തെ കാര്യങ്ങൾ തുറന്നു പറയേണ്ടതായിരുന്നു. അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ, ഇപ്പോഴായിരിക്കും സമയമായത്. എന്തായാലും ആ കുട്ടിയുടെ മനസ്സ് മാറി, അവൾ നമ്മളോട് ക്ഷമ ചോദിച്ചില്ലേ എന്ന് പറയുകയാണ് മുത്തശ്ശൻ. അങ്ങനെ നവ്യ റൂമിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അബി വരുന്നുണ്ട്. നവ്യ ഉറങ്ങിയോ എന്ന് അബി ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ നവ്യ കാണാത്ത രീതിയിൽ അബി മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ അബി ഉറങ്ങിയ സമയം നോക്കി നവ്യ ഫോൺ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ഫോണിൽ അനഘയെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത കാര്യങ്ങളും അവർക്ക് അയച്ച മെസ്സേജുമെല്ലാം ആ ഫോണിൽ നവ്യ കാണുകയാണ്. തൻ്റെ ഭർത്താവ് ഇത്രയും വൃത്തികെട്ടവനാണല്ലോ എന്നോർത്ത് നവ്യ അങ്ങനെ കരയുകയാണ്. അങ്ങനെ അബിക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം എന്നത് മാത്രമായി നവ്യയുടെ ചിന്ത. അങ്ങനെ നവ്യ തൻ്റെ കൂട്ടുകാരിയെ വിളിച്ച് ചില കാര്യങ്ങൾ പറയുകയാണ്. അങ്ങനെ നവ്യ പറഞ്ഞത് പ്രകാരം കൂട്ടുകാരി അബിയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടുകാരി അബിയോട് പറയുന്നുണ്ട്, ഞാൻ അനഘയുടെ ഫ്രണ്ടാണ്, നീ എൻ്റെ ഫ്രണ്ടിനെ ചതിച്ചു, അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ നിൻ്റെ വീട്ടിൽ വന്നിട്ട് നിൻ്റെ വൈഫിനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയും എന്ന് പറയുകയാണ്. അബിയാണെങ്കിൽ അത് കേട്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ്. എന്ത് വേണമെങ്കിലും താൻ ചെയ്യാം, ഒരിക്കലും എൻ്റെ ജീവിതം തകർക്കരുതെന്ന് കരഞ്ഞു പറയുകയാണ് അബി. എങ്കിൽ അനഘയുടെ ചികിത്സയുടെ എല്ലാ ചിലവും അബിയോട് ഏറ്റെടുക്കാൻ പറയുകയാണ് കൂട്ടുകാരി. ആ സമയം അബി പറയുന്നുണ്ട്, അത്രയും പണം എൻ്റെ കയ്യിലില്ല, അതിനുള്ള വഴി നീ എങ്ങനെയെങ്കിലും കണ്ടെത്തണം, അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ വന്ന് കാര്യങ്ങൾ തുറന്നു പറയും എന്ന് പറയുകയാണ്. അനഘയുടെ ചികിത്സയ്ക്ക് 10 ലക്ഷം രൂപയെങ്കിലും വേണം, അത് നീ എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്ന് പറയുകയാണ്. അങ്ങനെ അബി വല്ലാത്തൊരു പ്രതിസന്ധിയിലാവുകയാണ്.